പാർട്ടി ഏത് ഉത്തരവാദിത്വം തന്നാലും സ്വീകരിക്കുമെന്ന് AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. നീ ഒന്ന് സഹകരിക്കണം. സഹകരണ ബാങ്കിനേക്കാൾ സഹകരണം ഉള്ളവളാണ് ഈ പൂത്തിരി ലില്ലി നിക്കൊക്കെ അറിയാൻ പാടില്ലേ. ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് പറഞ്ഞു. എന്തായിരുന്നു ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷം ഡൽഹിയിൽ വരണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. വന്നു. ഇവിടുത്തെ നേതാക്കളെ ഒരു കട്സി വിസിറ്റ് മാത്രമാണ്. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായി മുടിച്ചിരിക്കണേ. ഈ KPCCയിൽ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് വരുമെന്നുള്ള സൂചനകൾ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഭാരവാഹിത്വം സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്ക് എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കുറയില്ലേ? കോൺഗ്രസ് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. വാളെടുക്കണം, ബലവിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. ഈ കോൺഗ്രസിലേക്ക് മാറിയതിനു ശേഷം അല്ലെങ്കിൽ ആ മാറ്റം എങ്ങനെയാണ് ഫീൽ ചെയ്തത്? എനക്കെട്ട പരിപാടിയാ. ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് മാറിയതിന്റെ ആശ്വാസമുണ്ട്. വലിയ സന്തോഷമുണ്ട്. ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. യുവാക്കളുടെ റെപ്രസെന്റേഷൻ ഒക്കെ എങ്ങനെ തോന്നുന്നു? കോൺഗ്രസിൽ കുറച്ചുകൂടെ വേണമെന്നുള്ളൊരു തോന്നലുണ്ടോ? എങ്ങനെയാണ് ഒരു വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. എനിക്കൊന്ന് കേരളത്തിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം യുവാക്കളുടെ റെപ്രസെന്റേഷനുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. എന്ത് വൈബ്രന്റ് ആയിട്ടുള്ള യൂത്ത് ലീഡർഷിപ്പാണ് കോൺഗ്രസിലുള്ളത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു വൈബ്രന്റ് യൂത്ത് ലീഡർഷിപ്പ് കോൺഗ്രസിലുണ്ട്. അന്വേഷിച്ചാ കിട്ടും.